അതിരുകൾ ഇല്ല എന്നാണ് ചൊല്ല്. അതിന് എന്തു തന്നെ ആയാലും കുലം, രാജ്യം, ഭാഷ എന്നിവയെല്ലാം പ്രണയത്തിന് മുന്നിൽ പണ്ടേ തോറ്റു. ചന്ദ്രികയുടെയും സോമന്റെയും പ്രണയത്തിന് മുന്നിൽ കാലം. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടുകാരുടെയും പ്രിയ മെമ്പർമാരായ ചന്ദ്രികയുടെയും സോമന്റെയും കാര്യമാണ്. അവരുടെ വ്യത്യസ്തമായ പ്രണയകഥയിലേക്ക് കടക്കും മുമ്പ് ഇപ്പോഴത്തെ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. തലയിൽ പുല്ലുകെട്ടും ചുമന്ന് ഈ വരുന്നതാണ് ചന്ദ്രികയും സോമനും. പുലർച്ചെ തുടങ്ങുന്നതാണ് ഇവരുടെ അധ്വാനം. 2 ഡസനോളം വരുന്ന പശുക്കൾ, ആടുകൾ, കോഴികൾ, പിന്നെ പച്ചക്കറി കൃഷിയും. വാമനാപുരം ബ്ലോക്ക് ഡിവിഷൻ മെമ്പറാണ് ചന്ദ്രിക. സോമൻ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും. സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയവും ജീവിതചര്യ പോലെ കൊണ്ടുപോകുന്ന ഇരുവരും പക്ഷെ തങ്ങളുടെ ജീവിതം ഊഷ്മളമായി കൊണ്ടുപോകുന്നത് ഒരുമിച്ചുള്ള അധ്വാനത്തിലൂടെയാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇവർ ഇങ്ങനെ തന്നെയാണ്. പശുപരിപാലനത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ഇവരുടെ ജീവിതത്തെ പ്രധാനമായി മുന്നോട്ട് നീക്കുന്നത്. ചന്ദ്രികയുടെ വലിയൊരു കുടുംബത്തെ സോമന്റെ വരവോടെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ചന്ദ്രികയ്ക്കാകുന്നു. ഇവരുടെ ജീവിതത്തിലെ ഫ്ലാഷ് ബാക്കിൽ വിപ്ലവ ആവേശത്തിനൊപ്പം പ്രണയത്തിന്റെ ഒരു അന്തർധാരയും ഉണ്ടായിരുന്നു. ചെറുപ്പകാലം മുതലേ ഇരുവരും അടുത്ത പരിചയക്കാരാണ്. ഇരുവരും ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകർ. തീപ്പൊരി പ്രസംഗം, ചൂടത്തി, ആരെയും കൂസാത്ത ഭാവം ചന്ദ്രികയെ സോമന് അന്നേ നന്നേ പിടിച്ചു. ഇഷ്ടം അനുരാഗത്തിന് വഴിമാറി. പിന്നെ ഒന്നും നോക്കിയില്ല. ആ 18കാരൻ 16കാരിയോട് ഒറ്റ ചോദ്യം: എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ കെട്ടിക്കോട്ടെ? പകരം മറുപടി ഒരു പുഞ്ചിരിയിലൊതുക്കി ചന്ദ്രിക നടന്നകന്നു. മറുപടിക്കായുള്ള കാത്തിരിപ്പിൽ സോമനും. കാത്തിരിപ്പ് നീണ്ടു. ഒടുവിൽ ഒരു ദിവസം സോമന് ചന്ദ്രികയുടെ മറുപടി ലഭിച്ചു. ശരി. പക്ഷേ മറുപടി ലഭിച്ചത് വിവാഹ അഭ്യർത്ഥന നടത്തി 35 വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു. അപ്പോഴേക്കും സോമന് വയസ്സ് 53, ചന്ദ്രികയ്ക്ക് 51. എന്നാൽ പ്രേമത്തിനുണ്ടോ കണ്ണും കാതും? 10-25 വർഷം രണ്ടുപേരും ഒരു കമ്മിറ്റിക്കകത്ത് പ്രവർത്തിച്ചവരാണ്. 10-18 വർഷം ഒരു കമ്മിറ്റിക്കകത്ത് പ്രവർത്തിച്ച് അന്നേ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. പക്ഷെ രണ്ടുപേരും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പരസ്പരം തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടായിരുന്നു. പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊരു മടിയായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവർ ഒരുപാട് നിർബന്ധിച്ചു വിവാഹം കഴിക്കാൻ. ഒരുപാട് പേര് എന്താണെന്ന് പറഞ്ഞിട്ട് വന്നതെല്ലാം എന്തെങ്കിലും കാരണങ്ങളാൽ പിരിഞ്ഞു പോകും. പിന്നെ അത് വിവാഹമായി നടന്നിട്ടില്ല. ഇപ്പം സന്തോഷമാണ്. പിന്നെ ജീവിതമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വരും. സംസാരങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ അതൊക്കെ വരും. അതൊക്കെ പരസ്പരം അതിക്രമിച്ചപ്പം ആ പരസ്പരം തുണയായപ്പോൾ രണ്ടുപേർക്കും സന്തോഷമാണ്. ചങ്ങമ്പുഴയുടെ രമണനിലെ കഥാപാത്രങ്ങളായ ചന്ദ്രികയെയും രമണനെയും പോലെ അനുരാഗവുമായി 3.5 പതിറ്റാണ്ട് കാത്തിരുന്ന അവർക്ക് പ്രായമോ കാലമോ ഒരു തടസ്സമായില്ല. ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചു. നാടത് ഏറ്റെടുക്കുകയും വിവാഹം ആഘോഷമാക്കുകയും ചെയ്തു. 2019 ഒക്ടോബർ 19-നായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികയാറായി. എങ്കിലും ഇപ്പോഴും അവർ തീവ്ര പ്രണയത്തിലാണ്. നഷ്ടപ്പെട്ട ദിനങ്ങളുടെ കടം വീട്ടാൻ പ്രണയത്തിൽ മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മാതൃകയാണ് ഇരുവരും. ആത്മാർത്ഥമായ പൊതുപ്രവർത്തനം, വിശ്രമമില്ലാത്ത അധ്വാനം എന്നിവയാണ് ഇവരെ നാട്ടുകാർക്ക് പ്രിയങ്കരമാക്കുന്നത്. എൻ്റെ 16-ാമത്തെ വയസ്സിൽ ആലിയാട് DYFI എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ CPMൻ്റെ ഒരു യുവജന സംഘടനയായ യുവജന സംഘടന കൂടിയാണ് പാർട്ടിക്കകത്ത് വന്ന് അതിനുശേഷം അത് കർഷക തൊഴിലാളി യൂണിയൻ്റെ ഒരു 7-8 വർഷം അതിൻ്റെ പ്രവർത്തകയായിരുന്നു. അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയി പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് 2000-ൽ എനിക്ക് ഈ സ്ഥലത്ത് തന്നെ ഞാൻ വാർഡ് മെമ്പറായി 5 വർഷം സേവനം അനുഷ്ഠിച്ച് അപ്പോൾ തന്നെ എനിക്ക് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഉയർച്ച കിട്ടി. പാർട്ടി മെമ്പറോട് ആയിരുന്നു ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഉയർച്ച കിട്ടി. തുടർന്ന് ഇപ്പം 2015-ൽ പിന്നും ബ്ലോക്ക് മെമ്പർ പിന്നെ വാമനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ പെരപ്പങ്ങോട് ഡിവിഷനിൽ നിന്നും 9 വാർഡിനെ പ്രതിനിധീകരിച്ച് ഇപ്പം ബ്ലോക്ക് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഇപ്പം CPMൻ്റെ ലോക്കൽ കമ്മിറ്റിയായിട്ടും തുടർന്ന് പ്രവർത്തിക്കുകയാണ്. ഹൈസ്കൂൾ തലം SFI ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാണിക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. 7 വർഷം പ്രവർത്തിച്ചു. മാണിക്കൽ പട്ടികജാതി സർവീസ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞ് 1995 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായി മാണിക്കൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു. അത് കഴിഞ്ഞ് 2005 വാമനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ മാണിക്കൽ ഡിവിഷനിൽ തന്നെ, ഈ പഞ്ചായത്തിൽ തന്നെ ജനപ്രതിനിധിയായി 5 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചു. പിന്നെ ഇപ്പോൾ കോലിയക്കോട് കൺസ്യൂമർ സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. പിന്നെ ഇതിനിടയിൽ കിട്ടുന്ന പാർട്ടി പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ നാട്ടിൽ പോലന്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാന്തിഗിരി ആശ്രമത്തിനടുത്ത് അവിടെ ഒരു ടൗൺ യൂണിറ്റ് ഉണ്ട്, CIT ഹെഡ് ലോഡിൻ്റെ ചെമട്ടോഴാളി യൂണിയൻ്റെ കൺവീനറാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം. അങ്ങനെ വിവിധ മേഖലകൾ കിട്ടുന്ന സമയം പോലെ ഈ പാർട്ടി പ്രവർത്തനവും കാര്യമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ആ കൂട്ടത്താണ് പിന്നെ വീടിൻ്റെ ഈ പശുവും കാര്യങ്ങളും അതിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമ്മൾ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് എരുത്തലിൽ പോയി പശുവിൻ്റെ ചാണകമൊക്കെ മാറ്റി അത് കഴിഞ്ഞ് പാല് കറന്ന് കുറച്ച് നമ്മൾ വീട്ടിൽ കൊടുക്കാറുണ്ട്. വീട്ടിലെല്ലാം കൊടുത്ത് ബാക്കി സൊസൈറ്റി ആലയുടെ ക്ഷീരസംഘത്തിലാണ് കൊടുക്കണം. സൊസൈറ്റി കൊണ്ട് കൊടുക്കും. കൊടുത്തിട്ട് വന്ന് തിരിച്ചൊരു 7-7:15 തിരിച്ച് വീട്ടിൽ എത്തും. തിരിച്ച് വന്നിട്ട് പശുവിന് തീറ്റയും പോച്ചയൊക്കെ കൊടുക്കും. പോച്ചയും കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചായ കുടിക്കും. ചായ കുടിയും കഴിഞ്ഞിട്ട് അടുത്ത പോച്ച ഇറക്കാനായിട്ട് അങ്ങ് പോകും. പോയിട്ട് 1 മണിയാകുമ്പം തിരിച്ച് വീട്ടിൽ വന്ന് അടുത്ത പശുവിനെ കറവയായി കറന്ന് പിന്നെ സൊസൈറ്റി കൊണ്ടുപോകും. സൊസൈറ്റി കൊണ്ടുപോയി തിരിച്ച് ഒരു 2:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ അതിന് തീറ്റയും വെള്ളവും ഒക്കെ കൊടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പാർട്ടി പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ അങ്ങനെ ഇറങ്ങും. വലിയൊരു കുടുംബം ചന്ദ്രികയുടെയും സോമന്റെയും സംരക്ഷണയിലാണ് കഴിയുന്നത്. സ്വന്തം മാതാവും അവരുടെ 2 സഹോദരിമാരെയും സംരക്ഷിക്കുന്നത് ചന്ദ്രികയാണ്. മാത്രമല്ല ബന്ധുവായ കുട്ടിയുടെ പഠനവും നോക്കുന്നത് ഇവർ തന്നെ. വലിയമ്മേരെ മോൻ്റെ കൊച്ച്, അമ്മയുടെ ചേട്ടത്തിര മോൻ്റെ കൊച്ച്, അതിനെ 1.25 വയസ്സ് തൊട്ട് ഞാനാണ് വളർത്തുന്നത്. വളർത്തി ഇപ്പോൾ അത് പിന്നെ +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്. +2 ഇനിയിപ്പോൾ അടുത്തത് റിസൾട്ട് വന്നാൽ ഡിഗ്രിക്ക് പോകണതാണ്. അതിൻ്റെ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനാണ്. അത് അവർക്ക് അച്ഛനും അമ്മയുടെ സ്നേഹമാണെങ്കിലും അച്ഛനും അമ്മയും എന്നുള്ള സ്ഥാനത്താണ് എന്നെ ഇന്ന് വരെ കണ്ടുവരുന്നത്. 18 വയസ്സായി. എനിക്ക് അച്ഛന് പിന്നെ അനിയത്തിയും ചേട്ടത്തെയും 2 പേരെയാണ് അച്ഛൻ വിവാഹം ചെയ്തിരിക്കണം. ഞങ്ങളതിൽ 4 മക്കളാണ്. പിന്നെ ഇളയതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരാളേ ഉള്ളൂ. പിന്നെ അമ്മയുടെ ചേട്ടത്തിക്ക് 3 മക്കളാണ്. അതിൻ്റെ മോൻ്റെ കൊച്ചാണ് ഞാൻ വളർത്തുന്നത്. അതിൽ ഒരു കൊച്ച് എൻ്റെ ചേച്ചിയാണ്. അത് മന്ദബുദ്ധിയാണ്. അത് ഒരു രൂപിയെ പോലെയാണ് അത് ഇരിക്കണത്. പിന്നെ അതുകൂടാതെ ഇപ്പം ഒരു അമ്മയുടെ ഒരു ചേട്ടത്തിയും കൂടെ വയസ്സായ ഒരു അമ്മയും കൂടെ ഉണ്ട്. ആ അമ്മയെ കൂടെ ഞാനാണ് നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 3 വയസ്സായ അമ്മയാണ് നോക്കണത്. അച്ഛൻ മരണപ്പെട്ടിട്ട് 6 വർഷമായി. പിന്നെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2010 വാമനാപുരം ബ്ലോക്കിൽ നിന്ന് പട്ടികജാതി വികസന ഓഫീസ് വഴി 1 ലക്ഷം രൂപ കിട്ടി ആണ് ഞങ്ങൾ വീട് വെച്ചേക്കണം. പിന്നെ അന്ന് പാരമ്പര്യമായിട്ട് ഈ പശു വളർത്തലാണ് ഞങ്ങളെ ജോലി. അച്ഛൻ മരണപ്പെട്ടപ്പം അച്ഛൻ്റെ ആ പശുക്കളും എല്ലാം പിന്നെ തുടർന്ന് ഞാൻ ഏറ്റെടുക്കുകയും അത് ഇപ്പം വിവാഹം കഴിച്ചപ്പം എനിക്ക് എൻ്റെ ഭർത്താവും കൂടി വലിയൊരു സഹായിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അത് തുടർന്നും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് കുറവാണ്. വേറെ സർക്കാരിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് സഹായങ്ങളൊന്നും ആ മേഖലയ്ക്ക് ഞങ്ങൾക്ക് അധികം കിട്ടാറില്ല. ഞങ്ങൾ അതിന് അധികം ശ്രമിച്ചിട്ടുമില്ല. ഈ ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ പശുവിൽ നിന്ന് ഉള്ള ആദായമാണ്.